എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. എല്ലാവർക്കും മോർണിംഗ് സർക്കിളിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ട്രെയിനറായിട്ട് വന്നിട്ടുള്ളത് മറ്റാരുമല്ല, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നമ്മുടെ മോർണിംഗ് സർക്കിളിന്റെ കോർഡിനേറ്റർ സജ്ജന മാം തന്നെയാണ്. മാം ഇടയ്ക്കിടയ്ക്ക് കഥകൾ പറയാനായിട്ട് നമ്മളടുത്ത് വരാറുണ്ട്. അപ്പം ഇന്നും കുറേ കഥകളുമായിട്ട് സജ്ജന മാം വന്നിട്ടുണ്ട്. സ്നേഹത്തോടെ, ആദരവോടെ, സന്തോഷത്തോടെ മാമിനെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്നിവിടെ കേൾക്കാനായിട്ട് വന്നിട്ടുള്ള എല്ലാവർക്കും ഇന്നത്തെ 425ാമത്തെ മോർണിംഗ് സർക്കിളിലേക്ക് സ്വാഗതം. Thank you so much, sir. Voice clear അല്ലേ? Good morning, madam. Clear. Good morning all. Good morning. എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു. അപ്പൊ നമ്മളുടെ മോർണിംഗ് സർക്കിളിന്റെ 425ാമത്തെ എപ്പിസോഡാണ് ഇന്ന് ശരിക്കും ക്ലാസ് എടുക്കേണ്ടിയിരുന്നത് ഇന്ദിരാ മാം ആയിരുന്നു. മാമിന് ഹെൽത്ത് ഇഷ്യൂസ് കാരണം പിന്നെ ഞാൻ തന്നെ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ പതിവ് പോലെ സ്റ്റോറീസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോ നമുക്ക് സ്റ്റോറിക്ക് പോവാം അല്ലെ. രണ്ട് സ്റ്റോറി പറയാനാണ് കേട്ടോ ഞാനിന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റത്തെ സ്റ്റോറി പറയുന്നതിന് മുമ്പ് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും ആരെങ്കിലും കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിന് മുമ്പ് അവരെ മുൻവിധി ചെയ്തിട്ടുണ്ടോ? അപ്പൊ നമ്മൾ ഒരാളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ അയാളെ കുറിച്ച് അയാളുടെ എന്തെങ്കിലും പെരുമാറ്റങ്ങളൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ ചിലപ്പോൾ നമ്മൾ അങ്ങനെ ഉണ്ടാവാറുണ്ടല്ലേ, നമ്മളങ്ങനെ അവരെ കുറിച്ച് ഒരു മുൻവിധി നമുക്ക് ഉണ്ടാവും, അവരങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഉള്ളതുണ്ടാവും. പിന്നീട് അവരെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴായിരിക്കും നമുക്ക് തോന്നുക, അയ്യോ നമ്മൾ അങ്ങനെ വിചാരിച്ചിരുന്നത് എന്താണ് തെറ്റായി പോയല്ലോ, അവരുടെ ലൈഫിൽ ഇത്രയധികം ഇതുകൾ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ പിന്നീട് നമുക്ക് അങ്ങനെ തോന്നണ വല്ല സിറ്റുവേഷൻസ് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഓക്കെ മാം പറയുന്നുണ്ടോ? കോമളവല്ലി മാം. ഇല്ല, അത്ര അങ്ങനെ തോന്നിയിട്ടില്ല എനിക്ക്. അങ്ങനെ തോന്നിയിട്ടില്ല. ഓക്കെ. അപ്പൊ ചിലപ്പോ നമ്മള് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പുറത്തുനിന്ന് എന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ ഒരു മുൻവിധി ചിലപ്പോ ഇങ്ങനെ തോന്നാറുണ്ടല്ലേ. ചിലപ്പോ നമ്മളെ തന്നെ വിശ്വസിക്കൂല, എന്നാലും നമുക്ക് അങ്ങനെ ഇരിക്കുന്നത് നമുക്ക് തോന്നും. പിന്നീട് ചിലപ്പോ നമുക്ക് എപ്പോഴെങ്കിലും മനസ്സിലാവും അത് അങ്ങനെയല്ല, നമ്മൾ ആ വിചാരിച്ചിരുന്നത് തെറ്റായിരുന്നു എന്ന് പിന്നീട് നമുക്ക് ബോധ്യപ്പെടുന്ന ചിലപ്പോ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇന്നത്തെ സ്റ്റോറി എന്ന് പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പൊ ഞാൻ അതിനു മുമ്പ് ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, ഈ പിക്ചർ എല്ലാവരും കാണുന്നുണ്ടല്ലോ? ഹലോ. ഇല്ല മാം, കാണുന്നില്ല. ആ ശരി. ബ്രൗസർ ഒന്ന് ഷെയർ ചെയ്യോ? ഞാൻ അയക്കാം. അയച്ചേ.
വന്നിട്ടുണ്ടോ സർ? ഒരു മിനിറ്റ് നോക്കട്ടെ. വാട്സാപ്പിൽ അയച്ചോ? വാട്സപ്പില്. ഇല്ല, ഒന്നുകൂടെ അയക്കോ? ഇപ്പൊ വന്നിട്ടുണ്ടാവും തോന്നുന്നു. വന്നിട്ടുണ്ടോ സർ? ഇല്ല, നെറ്റ് സ്ലോ ആണോ? അറിയില്ല, അതുകൊണ്ടാണ് ഷെയർ ചെയ്യാൻ പറ്റാത്തെന്ന് അറിയില്ല. ഒന്നുകൂടെ നോക്കട്ടെ. ഹലോ, ഇപ്പൊ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. വന്നു. അതില് ഫസ്റ്റ് ഒരു പിക്ചർ ഉണ്ടല്ലോ, ഒരു പൂക്കളൊക്കെ ആയിട്ട്, അതൊന്ന് ഷെയർ ചെയ്യും. ഓക്കെ. ഒന്ന് എന്നെ കോ ഹോസ്റ്റ് ആക്കണേ. ഓക്കെ. ഇതിൽ വലിയ കാര്യമൊന്നുമില്ല, ചെയ്തെന്നുള്ളൂ. അപ്പൊ നമ്മൾക്ക് നമ്മളുടെ ഫസ്റ്റ് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഫസ്റ്റ് സ്റ്റോറിക്ക് പോവാം. ഒരു സ്കൂളിന്റെ ഒരു പിക്ചറാണ് അതിൽ കാണിച്ചിട്ടുള്ളത്. ഒരു ജപ്പാനിലെ ഒരു കൊച്ചു ഗ്രാമം. അവിടെ ചെറി മരങ്ങൾ, അവിടെ അങ്ങനെ കുറച്ച് പൂക്കളൊക്കെ കാണുന്നുണ്ട്. ചെറി മരങ്ങൾ പൂത്തു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്കൂളിന്റെ മുറ്റത്ത് അധ്യയന വർഷത്തിലെ ആദ്യത്തെ അസംബ്ലി നടക്കുകയാണ്. അപ്പൊ ആ സമയത്ത് അവിടെ ഇങ്ങനെ ഒരുപാട് പൂക്കൾ ഇങ്ങനെ വീണ് കിടക്കുന്നതായിട്ട് കാണും. ഈ ചെറിയ പൂക്കൾ ആ ഒരു സ്കൂളിന്റെ മുറ്റത്ത് ഒരു ഇളം ചുവപ്പ് പരവതാനി തീർത്ത പോലെ നമുക്ക് തോന്നും. അതുമല്ല, സ്കൂള് തുറന്ന സമയമായതുകൊണ്ട് തന്നെ പുതിയ പുസ്തകങ്ങളുടെയും പുതുമണം മാറാത്ത യൂണിഫോമുകളുടെ ഒക്കെ ഗന്ധം ആ ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. പുതിയൊരു വർഷം തുടങ്ങുന്നതിന്റെ ഒരു ആവേശവും പ്രതീക്ഷയൊക്കെ ഓരോ കുട്ടിയുടെയും മുഖത്ത് കാണുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് ആ സ്കൂളിലെ പ്രധാന അധ്യാപകൻ സ്റ്റേജിലേക്ക് കടന്നു വരുന്നത്. പ്രധാന അധ്യാപകൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഭയങ്കര കർക്കശക്കാരനായിട്ടുള്ള ഒരാളാണ്. ഭയങ്കര ഗൗരവമായിട്ടുള്ള ഒരു ക്യാരക്ടറും ഭയങ്കര കണിശതയുള്ള ഒരു ആളാണ്. അതുപോലെയാണ് ആളുടെ നടത്തവും സംസാരവും ഒക്കെ. അപ്പൊ ആള് പെട്ടെന്ന് ഇങ്ങനെ വരുമ്പോ തന്നെ ആ കുട്ടികളുടെ മുഖത്തുണ്ടായിരുന്ന ആ ഒരു സന്തോഷം അവിടെ ഇല്ലാണ്ടാവും. ഈ അധ്യാപകനിക്ക് അവിടെ സ്കൂളിൽ തന്നെ ഒരു വിളിപ്പേരുണ്ടായിരുന്നു, ഇടിമുഴക്കെന്നാണ് എല്ലാരും വിളിച്ചിരുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോ ആരോടാണ് എങ്ങനെയാണ് ദേഷ്യപ്പെടുന്നതെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. അങ്ങനെ ആ ഒരു അധ്യാപകൻ വന്നിട്ട് സംസാരിക്കുന്ന പുതുവർഷത്തിലെ ആദ്യത്തെ സ്കൂൾ ദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നിട്ട് പറയണ, എല്ലാവരും അവർക്ക് ഒരു കാർഡുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കാർഡുകൾ, നിങ്ങളുടെ കയ്യിലുള്ള കാർഡുകൾ വലത് കൈകളിലെ മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. അപ്പൊ കുട്ടികളൊക്കെ ഭയങ്കര ആവേശത്തോടു കൂടി അച്ചടക്കത്തോടു കൂടിയും കാർഡുകൾ വലത് കൈയിൽ ഉയർത്തിപ്പിടിക്കുകയാണ്. ആ സമയത്ത് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു കൊച്ചുകുട്ടി മാത്രം തന്റെ ഇടത് കൈ കൊണ്ടാണ് കാർഡ് ഉയർത്തിപ്പിടിച്ചത്. അപ്പൊ ഇത് കാണുമ്പോൾ അധ്യാപകന് മുഖം ദേഷ്യം കൊണ്ട് ചോദിക്കണം. അധ്യാപകൻ ഷൗട്ട് ചെയ്യണം മൈക്കിൽ കൂടെ, എടാ വിട്ടി, നിന്റെ വലത് കൈ ഉയർത്താനല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഈ കുട്ടീനെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യണം. അപ്പൊ ഈ കുട്ടി അത് കേൾക്കുമ്പോ അങ്ങനെ പേടിച്ച് വിറയ്ക്കാണ്. കയ്യിലുള്ള കാർഡൊക്കെ വരയ്ക്കാൻ തുടങ്ങി. അവന്റെ ചുണ്ടുകളൊക്കെ വിറച്ചു, കണ്ണിലൊക്കെ കണ്ണുനീര് ഇങ്ങനെ നിറയാൻ തുടങ്ങി. പക്ഷെ എന്തുകൊണ്ടോ അവൻ വലത് കൈ ഉയർത്തില്ല. അപ്പൊ ഈ അധ്യാപകൻ ഇത് കാണുമ്പോൾ വീണ്ടും ദേഷ്യം വരും. ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് അനുസരിക്കാണ്ടാവുമ്പോ വീണ്ടും ദേഷ്യം വരും. അപ്പൊ വീണ്ടും അലറുകയാണ് അധ്യാപകൻ. അപ്പോഴും കുട്ടി അനങ്ങണില്ല. അപ്പൊ ഈ അധ്യാപകൻ ദേഷ്യത്തോട് കൂടിയിട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ട് കുട്ടിയുടെ മുമ്പിൽ ഷൗട്ട് ചെയ്തുകൊണ്ട് വരണം. ആ സമയത്ത് അവിടെ കാണുന്ന കാഴ്ച കാണുന്ന ആളാകനെ ഞെട്ടിപ്പോവാണ്. കാരണം ആ കുട്ടിക്ക് വലത് കൈ ഇല്ലായിരുന്നു. അപ്പൊ കുറച്ചു നേരം മുമ്പ് ആള് വിചാരിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അത് കുട്ടിയുടെ തെറ്റാണെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി തെറ്റ് കുട്ടിയുടേതായിരുന്നില്ല, തൻ്റെതായിരുന്നു എന്നുള്ളതാണ്. ശരിക്കും ഒരു കൈ നഷ്ടപ്പെട്ടത് ആ കുട്ടിക്കായിരുന്നു, പക്ഷെ ഈ അധ്യാപകന് നഷ്ടപ്പെട്ടിരുന്നത് കാഴ്ചയായിരുന്നു. ആളുടെ ആ ഒരു ക്യാരക്ടർ, ആ ഒരു ഭയങ്കര ധാർഷ്ട്യമായിട്ടുള്ള ആ ഒരു സ്വഭാവവും മുൻകോപൊക്കെ എത്രത്തോളം തന്നെ ഒരു കാഴ്ചയില്ലാത്തവനായിരുന്നു എന്ന്
തിരിച്ചറിഞ്ഞ ആ ഒരു നിമിഷമാണ് ആ അധ്യാപകന്റെ കണ്ണുകളിൽ കണ്ണുനീരിങ്ങനെ നിറഞ്ഞു തുളുമ്പണം. അങ്ങനെ ആ ദിവസം വൈകുന്നേരം സ്കൂളിന്റെ മുറ്റത്ത് ഇങ്ങനെ അധ്യാപകൻ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ ഇങ്ങനെ ഇങ്ങനെ ചെറിപ്പൂക്കൾ ഇങ്ങനെ കൊഴിഞ്ഞു വീഴുന്നുണ്ട്. ആ ചെറിപ്പൂക്കൾ നോക്കിയിട്ട് അദ്ദേഹം നിൽക്കണം. ഓരോ പൂവും നിലത്ത് വീഴുമ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലാവുന്നു. പുറമെന്ന് നോക്കുമ്പോൾ എല്ലാം ഒരുപോലെയാണ്, പക്ഷെ ഓരോ പൂവിനും അതിൻ്റെതായ ഒരു കഥയുണ്ട്. ഓരോ മനുഷ്യനും അങ്ങനെയാണ്. മറ്റുള്ളവരുടെ വേദനയും അവരുടെ ജീവിതത്തിലെ ശൂന്യതയൊക്കെ നമ്മൾ അറിയാണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അവരെ വിധിക്കല്ലേ, നമ്മൾ എളുപ്പത്തില് നമ്മൾ അവരെ വിധിക്കും. അപ്പൊ ഈ ഒരു സ്റ്റോറിയിൽ വർഷങ്ങൾക്ക് ശേഷം വിദ്യാർത്ഥികൾ ആ അധ്യാപകനെ ഓർത്തത് അദ്ദേഹത്തിന്റെ കഠിനമായിട്ടുള്ള ശിക്ഷകളായിരുന്നില്ല, മറിച്ച് അദ്ദേഹത്തിന്റെ അളവറ്റ കരുണയെ കുറിച്ചായിരുന്നു. കാരണം ആ ഒരു പിഞ്ചു കുട്ടിക്ക് വലത് കൈ ഇല്ലെന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷം അധ്യാപകന് യഥാർത്ഥത്തിൽ പുതിയൊരു ഹൃദയമാണ് ലഭിച്ചിരുന്നത്. അപ്പൊ അന്നും ആ വിദ്യാലയത്തിന്റെ മുറ്റത്തെ ചെറിമരങ്ങളിൽ നിന്ന് പൂക്കൾ കൊഴിഞ്ഞു വീണിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ കൊഴിഞ്ഞു വീണത് ആ അധ്യാപകന്റെ അഹങ്കാരായിരുന്നു. അപ്പൊ ഈ ഒരു ചെറിയൊരു സിമ്പിൾ സ്റ്റോറിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ കാണുന്നത് മുഴുവൻ കഥയല്ല. ദർ ഈസ് ഓൾവേസ് മോർ ദാൻ വി സീ. ആ അധ്യാപകൻ അന്ന് കണ്ടത് താൻ പറയുന്നത് അനുസരിക്കാത്ത ഒരു കുട്ടീനെ മാത്രമായിരുന്നു. പക്ഷെ ആ ഒരു കാഴ്ചയ്ക്കപ്പുറം അവൻ കടന്നു പോകുന്ന വലിയൊരു ജീവിത സാഹചര്യത്തെ അയാൾ അന്ന് കാണാണ്ട് പോയി. ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിലും പലപ്പോഴും മറ്റുള്ളവരുടെ പെരുമാറ്റങ്ങളെ മാത്രമാണ് നമ്മൾ കാണാറ്. അതിന് പിന്നില് അവര് നടത്തുന്ന വലിയ പോരാട്ടങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും നമ്മൾ അറിയില്ല, നമ്മൾക്ക് അത് മനസ്സിലാക്കില്ല, നമ്മൾ അറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, ഒരു മനുഷ്യനെ നമ്മൾ വിലയിരുത്താനൊക്കെ എളുപ്പമല്ലേ, വിലയിരുത്തുന്നതിനേക്കാളും വലിയ കഴിവ് നമ്മൾ അവനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നതിന് ആവശ്യമെന്ന് പറയുന്നത്. അപ്പൊ നമ്മള് മറ്റൊരാൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ അതൊറ്റ നോട്ടത്തിൽ നമുക്ക് തെറ്റാണെന്ന് തീരുമാനിക്കാനായിട്ട് എളുപ്പമാണ്. പക്ഷെ നമുക്കറിയാത്ത മറ്റെന്തെങ്കിലും കാരണം ഒരുപക്ഷെ അതിന് പിന്നിലുണ്ടാകാം. ഇങ്ങനെ ചിന്തിക്കാനായിട്ട് നമുക്കൊരു മനസ്സ് വേണല്ലേ. അതേപോലെ തന്നെ ഈ ഒരു സ്റ്റോറിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് ചില നിമിഷങ്ങളൊക്കെ ഉണ്ടാവണത് നമ്മളെ മാറ്റിമറിക്കാനാണ്. ഇപ്പൊ നമ്മൾ ഈ സ്റ്റോറിയിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ആ ഒരു സംഭവത്തിന് ശേഷം ആ ഒരു അധ്യാപകന്റെ ജീവിതം തന്നെ മാറുകയാണ്. അപ്പൊ ചില അനുഭവങ്ങൾ നമുക്ക് പുതിയ അറിവുകൾ നൽകുകയല്ല ചെയ്യണത്, പകരം നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് പുതിയൊരു മനുഷ്യനാക്കി മാറ്റാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആരെങ്കിലും കൂടുതൽ വിമർശിക്കുന്നതിന് മുമ്പ് സാർ സ്റ്റോപ്പ് ചെയ്തോളൂ ഷെയറിങ്. റാവു സർ. ഓക്കെ, അപ്പൊ നമ്മള് ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് കിട്ടുന്ന ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഒരാളെ പെട്ടെന്ന് ചിലപ്പോ നമ്മൾക്ക് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു ഇത് അവരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ അവരെ മുൻവിധി ചെയ്യാണ്ട് നമ്മളൊന്ന് പോസ് ചെയ്യാം, ക്ഷമയോടെ അവരെ കേൾക്കാനായിട്ടുള്ള മനസ്സ് കാണിക്കാന്നുള്ളതാണ്. പലവിധ സാഹചര്യങ്ങൾ ഉണ്ടാവും അല്ലെ. ചിലപ്പോ സ്കൂളുകളിൽ അല്ലെങ്കിൽ ചില കുട്ടികൾ പഠനത്തിൽ പിന്നോക്കാവാം, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ, നമ്മുടെ കൊളീഗ്, ചിലപ്പോ ചിലപ്പോ ചില ദിവസങ്ങളിലൊക്കെ അവർ ചെയ്യുന്ന ജോലികളിൽ അശ്രദ്ധക്കുറവ് ഉണ്ടാവാം. അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ തന്നെ ചിലപ്പോ ആർക്കെങ്കിലും പെട്ടെന്ന് ദേഷ്യം വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളുടെ എപ്പോഴും നമ്മളെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫ്രണ്ട് പെട്ടെന്ന് നമ്മളെ ഒന്ന് അകന്നു പോവാണ്, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ചിലപ്പോൾ വിചാരിക്കുമോ അവരിപ്പോ മെസ്സേജ് ഒന്നും ചെയ്യാറില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ ചിലപ്പോ പലതും നമ്മൾ കരുതും അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ വിചാരിക്കുന്നതിന് മുമ്പ് നമ്മൾ അവരെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. നമുക്ക് വിധി എഴുതാനായിട്ട് നമുക്ക് എളുപ്പമാണ്. അതുപോലെ നമ്മളിപ്പോ പറയില്ലേ, നമ്മൾ സാധാരണ പറയുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു പുസ്തകത്തിന്റെ പുറംചട്ട നോക്കിയിട്ട് ആ പുസ്തകത്തിനെ നമ്മൾ വിലയിരുത്താൻ പാടില്ല. അതുപോലെ ആ ഒരു പുസ്തകത്തിന്റെ ഒരു പേജ് മാത്രം വായിച്ചിട്ട് നമ്മൾ ആ ഒരു പുസ്തകത്തെ കുറിച്ച് വിമർശിക്കാൻ പാടില്ല അല്ലെ. അപ്പോ ഇതാണ് ഈ ഒരു കഥയിലൊരു മെസ്സേജ് എന്ന് പറയുന്നത്. നമുക്ക് മോർണിംഗ് സർക്കിളിൽ ഒരു സെഷൻ വന്നിട്ടുണ്ടായിരുന്നു, 7 Habits of Highly Effective People എന്ന് പറഞ്ഞിട്ട്. ഓർമ്മയുണ്ടോന്ന് അറിയില്ല, കോമൺ ആയിട്ടുണ്ടാവും. ഇപ്പൊ അടുത്ത് കുറച്ച് നാൾ മുമ്പാണ് വന്നിട്ടുണ്ടായിരുന്നത്. സ്റ്റീഫൻ ആർ കോവി എഴുതിയിട്ടുള്ള 7 Habits of Highly Effective People. അതായത്
ഹൈലി ഇഫക്റ്റീവ് ആയിട്ടുള്ള ആളുകളുടെ 7 ഹാബിറ്റുകളെ കുറിച്ച് പറയുന്ന ഒരു ബുക്ക്. ആ ബുക്കിൽ സ്റ്റീഫൻ കോവി പറയുന്ന ഒരു ഹാബിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളൊക്കെ സാധാരണ ഒരുവിധം ആളുകള് എന്താണ് ഒരാളെ കേൾക്കുന്നത് മനസ്സിലാക്കാനല്ല, മറുപടി പറയാനാണെന്ന് അദ്ദേഹം പറയുന്നത്. പലപ്പോഴും ആളുകള് ഒരാളെ കേൾക്കുന്നത് മനസ്സിലാക്കാനല്ല, മറുപടി പറയാൻ വേണ്ടിയിട്ടെന്നാണ്. അപ്പോ ഹൈലി ഇഫക്റ്റീവ് ആയിട്ടുള്ള ആളുകളുടെ ഒരു നല്ലൊരു ഹാബിറ്റ് എന്ന് പറയുന്നത്, ഹാബിറ്റ് ആയിട്ട് അതിൽ സ്റ്റീഫൻ കോവി പറയുന്ന ഒരു കാര്യം ഇതാണ്, നമ്മളിപ്പോ പറഞ്ഞ ഒരു കാര്യം. അതായത് ആളുകളെ നമ്മൾ കേൾക്കുക, അവരെ മനസ്സിലാക്കാന്നുള്ളതാണ് പറയുന്നത്. അപ്പോ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റോറി എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്റ്റോറിക്ക് പോവാം. സർ അടുത്ത് ഷെയർ ചെയ്യോ? ഓക്കെ, ഇത് ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഒരു മുത്തച്ഛനും ഒരു അനാഥ ബാലനും. അവന് മുത്തച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുത്തച്ഛൻ എന്ന് പറയുന്നത് ഒരുപാട് വയസ്സായിട്ടുള്ള ആളാണ്, മുഖത്തൊക്കെ ചുളിവുകളൊക്കെ വീണ് അത്രയും ഏജ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. ഒരു ഭയങ്കര ദാരിദ്ര്യത്തിലാണ് അവര് ജീവിച്ചിരുന്നത്. അപ്പൊ ഈ മുത്തച്ഛൻ വിചാരിക്കുകയാണ് ഈ കുഞ്ഞിനെ ഇങ്ങനെ പട്ടിണിയാവണം, മുത്തച്ഛന് ഒന്നും ഈ കുട്ടിക്ക് വാങ്ങിക്കൊടുക്കാനോ ജോലി ചെയ്യാനോ ഉള്ള കഴിവില്ല, പിന്നെ അച്ഛനും അമ്മയും ആരുമില്ല, ഈ മുത്തച്ഛൻ മാത്രമേ. അപ്പൊ ആ മുത്തച്ഛൻ വിചാരിക്കണം ഇങ്ങനെ നിൽക്കുന്നതിനേക്കാളും ഭേദം ഇവന് എവിടെയെങ്കിലും ജോലിക്കായിട്ട് നിർത്തണമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു അനാഥ ബാലന ജോലിക്കായിട്ട് ഒരു പട്ടണത്തിൽ ഒരു പണക്കാരന്റെ വീട്ടില് ജോലിക്കായിട്ട് നിർത്തണം. അങ്ങനെ മുത്തച്ഛൻ അവനെ അവിടെ കൊണ്ടുവന്നാക്കിയിട്ട് യാത്ര പറയുമ്പോ ആ കുട്ടിയുടെ നെറുകയില് തലോടിയിട്ട് മുത്തച്ഛൻ പറയുന്ന, മോനെ നീ ഒരിക്കലും നീ തനിച്ചാണെന്ന് കരുതരുത്, എന്നെ കാണണമെന്ന് മോനക്ക് തോന്നുമ്പോ എനിക്കൊരു കത്തെഴുത്. അപ്പൊ നിന്റെ അവസാനത്തെ വാക്ക് എഴുതി തീരുമ്പോഴേക്കും ഈ മുത്തച്ഛൻ നിന്റെ അരികിൽ എത്തിയിരിക്കുന്ന മുത്തച്ഛൻ ഈ കുട്ടിയോട് പറയണം. അങ്ങനെ ഈ കുട്ടി മുത്തച്ഛന്റെ ഈ വാക്കുകൾ അവന് അക്ഷരം പ്രതി വിശ്വസിക്കണം. അപ്പൊ ഈ കുട്ടി വിചാരിക്കണം, ഞാനിങ്ങനെ എനിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാവുമ്പോ ഞാനിങ്ങനെ മുത്തച്ഛന് കത്തെഴുതും. അങ്ങനെ ആ കത്ത് പൂർത്തിയാക്കുന്ന ആ ഒരു നിമിഷം എന്തോ ഒരു മാന്ത്രിക വിദ്യയില് മുത്തച്ഛൻ തന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആ ഒരു കുഞ്ഞു മനസ്സ് ഉറപ്പിക്കണം. അങ്ങനെ ഈ കുട്ടിക്ക് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഭയങ്കര നരകതുല്യായിട്ടുള്ള ദിവസങ്ങളായിരുന്നു. രാവിലെ മുതൽ പുലർച്ചെ മുതൽ പാതിരാത്രി വരെ നീളുന്ന കഠിനമായിട്ടുള്ള ജോലികള്, കുത്തി നോവിക്കുന്ന വാക്കുകള്, പലപ്പോഴും എച്ചിൽ പാത്രങ്ങളൊക്കെ കഴുകുന്ന വെള്ളത്തിൽ അവന്റെ കണ്ണുനീരും കലർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സഹിക്കാൻ പറ്റാണ്ട് അവൻ ഒരു ദിവസം ഒരു രാത്രിയിൽ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തില് ഒരു കടലാസ് എടുത്തിട്ട് അവനിങ്ങനെ എഴുതണം, പ്രിയപ്പെട്ട മുത്തച്ഛനും എന്ന് പറഞ്ഞിട്ട് മുത്തച്ഛന് കത്തെഴുതണം. പക്ഷെ പെട്ടെന്ന് ആ വിരലുകൾ നിശ്ചലാവണം. തന്റെ ഉള്ളിലുള്ള ആ ഒരു സങ്കടക്കടൽ എങ്ങനെ കടലാസിലാക്കും? അത്രയും വേദന പകർത്താൻ സാധാരണ വാക്കുകൾക്കൊന്നും പോരാ, അത്രയും കഷ്ടപ്പാടുകൾ അവൻ ആ വീട്ടിൽ അനുഭവിക്കുന്നുണ്ട്. ഏറ്റവും മനോഹരമായിട്ടുള്ള വാക്കുകളിൽ തന്നെ വേണം മുത്തച്ഛന് കത്തെഴുതണമെന്ന് ഇവൻ വിചാരിക്കണം. അപ്പൊ അവൻ എന്ത് ചെയ്യണം, കൂടുതൽ വാക്കുകൾ കത്തെഴുതാനായിട്ടുള്ള മനോഹരമായിട്ടുള്ള വാക്കുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അവൻ പുസ്തകങ്ങള്, യജമാനന്റെ മക്കള് വലിച്ചെറിയുന്ന പുസ്തകങ്ങളും കടലാസുകളൊക്കെ അവൻ ഒളിച്ചിരുന്നിട്ട് വായിക്കാൻ തുടങ്ങി. അങ്ങനെ അക്ഷരങ്ങളുടെ ഒരു പുതിയ ലോകം അവന് മുന്നിൽ തുറന്നു കിട്ടുന്നു. പക്ഷെ അപ്പോഴും അവന് കത്തെഴുതാനായിട്ട് കഴിഞ്ഞില്ല. അപ്പൊ അന്നാണ് അവൻ ആ വലിയ സത്യം തിരിച്ചറിയുന്നത്. വാക്കുകളൊക്കെ അവൻ പുസ്തകങ്ങളിൽ നിന്നൊക്കെ പഠിച്ചു, പക്ഷെ എഴുതാനുള്ളത് പുസ്തകങ്ങളിൽ ഉണ്ടായിരുന്നില്ല, അത് അവന്റെ ജീവിതത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ആ ഒരു ബാലൻ പിന്നെ മാറുകയായിരുന്നു. ഓരോ ജോലിയിലും അവൻ അനുഭവങ്ങൾ, ഓരോ എക്സ്പീരിയൻസ് അവൻ തരഞ്ഞു. അടുക്കളക്കാരിയുടെ കണ്ണുനീര്, വഴിയോരത്തെ യാചകന്റെ വിശപ്പ്, ചന്തയിലെ തെരുവ് കുട്ടികളുടെ ചിരി, എല്ലാം അവന്റെ നെഞ്ചിലേറ്റാണ്. തന്റെ വേദന തന്റേത് മാത്രമല്ലെന്ന് അവന് തിരിച്ചറിയണം. വ്യത്യസ്ത മുഖങ്ങളായിട്ട് അതേ വേദന ലോകമെമ്പാടും അനുഭവിക്കുന്നവര് ഉണ്ടെന്ന് അവൻ മനസ്സിലാക്കണം. അങ്ങനെ ഈ യജമാനന്റെ ഈ ശകാരങ്ങൾക്കും ക്രൂരതകൾക്കും ഇടയിൽ അവന് പുഞ്ചിരിക്കണം. കാരണം അതൊക്കെ അവന് എഴുത്തിനുള്ള അനുഭവങ്ങളാണെന്ന് അവൻ വിശ്വസിക്കണം. അവന്റെ ജീവിതത്തിൽ കിട്ടുന്ന ഈ ഓരോ എക്സ്പീരിയൻസുകളും അവന് എഴുതാനായിട്ടുള്ള അനുഭവങ്ങളായിട്ട് അവൻ വിശ്വസിക്കണം. അപ്പൊ അവൻ അതിലൊക്കെ അവൻ പുഞ്ചിരിക്കണം, നല്ലത് കാണണം.
അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. അപ്പൊ അവനൊരു യുവാവായി മാറിയിരിക്കണം. അപ്പൊ വാക്കുകൾ കൊണ്ട് തന്റെ ഹൃദയം ആ ഒരു കടലാസിലേക്ക് പകർത്താൻ പാകത്തിൽ അവൻ വളർന്നിട്ടുണ്ട്. ഒടുവിൽ ആ കത്ത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് അവന് തയ്യാറാണ്. പക്ഷെ അപ്പോഴാണ് അവന്റെ ആ ഒരു വാർത്ത അവൻ അറിയുന്നത്. അവന്റെ മുത്തച്ഛൻ കാലങ്ങൾക്ക് മുമ്പ് തന്നെ മരിച്ചു പോയിരുന്ന്. ആ പഴയ വീടൊക്കെ ഇപ്പൊ ശൂന്യാണ്. ഇതൊക്കെ അവൻ അറിയുമ്പോ അവനെ തകർന്നു പോകണം. അപ്പൊ അവനെ കണ്ണീരോട് കൂടിയിട്ട് ആ കടലാസിൽ നോക്കണം. ഇനി ഈ കത്ത് ഞാൻ ആർക്ക് വേണ്ടിയെന്ന് എഴുതാം? എന്റെ വേദനകൾ ഇനി ആര് കേൾക്കുന്നവന് വിചാരിക്കണം. അങ്ങനെ ആ ഒരു വലിയൊരു ആ ഒരു ശൂന്യതയിൽ അവനൊരു തീരുമാനം എടുക്കണം. ഈ സങ്കടങ്ങൾ ഇനി കേൾക്കേണ്ടത് എന്റെ മുത്തച്ഛനല്ല, ഈ ലോകം തന്നെയാണ്. അങ്ങനെ അവൻ എന്ത് ചെയ്യണത്? അവന്റെ കുറെ അനുഭവങ്ങളെ കുറിച്ചിട്ട് ഒരു ചെറിയ കുറിപ്പ് എഴുതിയിട്ട് ഒരു പത്രത്തിന് അയച്ചു കൊടുക്കണം. അത് അങ്ങനെ അത് പത്രത്തിൽ അത് പ്രസിദ്ധീകരിച്ച് വരികയാണ്. അപ്പൊ പ്രസിദ്ധീകരിച്ച് വരുന്നതിന് പിറ്റേ ദിവസം അവനിങ്ങനെ ചന്തയിൽ അവിടെ എല്ലാവരെ കുറിച്ച് അവൻ കാണുന്ന അവന്റെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന ആളുകളെ കുറിച്ചുള്ള കഥകളൊക്കെ അവന് എഴുതുന്നുണ്ട്. അപ്പൊ അവിടെ ചന്തയിൽ വെച്ചിട്ട് ക്ഷീണിച്ച മുകളിലുള്ള ഒരു സ്ത്രീ അവനെ തേടി എത്താണ്. എന്നിട്ട് അവനോട് പറയുന്ന, മോനെ നീ ഇതിൽ എഴുതിയിരിക്കണത് എന്റെ കഥയാണ്, എന്റെ ജീവിതത്തിലെ സങ്കടം എന്ന് പറയുന്നു. അപ്പൊ ആ ഒരു സമയത്ത് അവനൊരു മനസ്സിലാവണം, മുത്തച്ഛന് വേണ്ടിയിട്ട് എഴുതാൻ വെച്ച തന്റെ വേദനകള് ശബ്ദമില്ലാത്ത ആയിരങ്ങളുടെ വിലാപണെന്ന് അവന് മനസ്സിലാവും. അങ്ങനെ അവന്റെ ലക്ഷ്യം മാറി. അവൻ പേന പടവാളാക്കണ അധികാരികൾക്ക് കത്തെഴുതി പത്രത്താളുകളിൽ കൂടെ ജനങ്ങളായിട്ട് സംവദിച്ചു. അവന്റെ അനുഭവങ്ങളുടെ ചൂടുള്ള വാക്കുകൾ ലോകത്തിന്റെ ഹൃദയം പൊള്ളിച്ചു. ആ കത്തുകൾ പുസ്തകങ്ങളായി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ അത് വായിക്കാൻ തുടങ്ങി. കാലം അങ്ങനെ പോയി. അങ്ങനെ ഈ ഒരു ബാലൻ എന്നത് യുവാവായി പിന്നെ ഒരു വാർദ്ധക്യത്തിന്റെ ഇതിൽ എത്തിയിട്ട് അദ്ദേഹം ശരിക്കും വിട പറയുമ്പോൾ, ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മേശപ്പുറത്ത് ലോക പ്രശസ്തമായ പുസ്തകങ്ങൾക്കിടയിൽ ഒരു കടലാസ് കീറി കിടന്നിരുന്നു. അതിൽ 2 വാക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: പ്രിയപ്പെട്ട മുത്തച്ഛന്. ആ കത്ത് ഒരിക്കലും പൂർത്തിയായില്ലെന്നാണ് ലോകം കരുതുന്നത്. പക്ഷെ അത് എന്നേ പൂർത്തിയായിരുന്നു. മുത്തച്ഛന് വേണ്ടിയിട്ട് എഴുതിയ കത്ത് ഒരു ജീവിതകാലം കൊണ്ട് അദ്ദേഹം ലോകത്തിന് മുഴുവനായിട്ട് എഴുതി തീർത്തിരുന്നു. അപ്പൊ ഈ ഒരു സ്റ്റോറിയിൽ നിന്നുള്ള ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അനുഭവങ്ങളാണ് അക്ഷരങ്ങളാകേണ്ടതാണ്. പുസ്തകങ്ങളിൽ നിന്ന് ആ കുട്ടി അക്ഷരങ്ങൾ പഠിച്ചെങ്കിലും കൂടെ എഴുതാനുള്ളത് സ്വന്തം ജീവിതത്തിലാണ് നമ്മൾ തിരിച്ചറിഞ്ഞത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും ഉണ്ടാവുന്ന ഓരോ എക്സ്പീരിയൻസുകളിൽ നിന്നാണ് നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഓരോ ജീവിതത്തിലെ ഓരോ വേദനകളും കഷ്ടപ്പാടുകളാണ് യഥാർത്ഥത്തിൽ നമ്മളെ വളർത്തുന്ന വലിയ പുസ്തകങ്ങൾ, പാഠപുസ്തകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ കുട്ടിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് തന്റെ സങ്കടങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് മുത്തച്ഛനില്ലാന്ന് തിരിച്ചറിഞ്ഞപ്പോ അവൻ തളർന്നില്ല. പകരം തന്റെ പേന എടുത്തിട്ട് ലോകത്തോട് സംവദിക്കാനുള്ള ഒരു പടവാളാക്കി മാറ്റണം. അപ്പോ നമ്മളിങ്ങനെ തകർന്നു പോകുന്ന നിമിഷങ്ങളിൽ ആ വേദനകളെ തന്നെ വലിയ എന്താ പറയാ, ആ ഒരു നമ്മൾ ഇതുപോലത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോ തകർന്നു പോകുന്ന നിമിഷങ്ങളിൽ ആ വേദനകളെ വലിയൊരു ലക്ഷ്യത്തേക്കുള്ള ഇന്ധനാക്കി മാറ്റാൻ നമുക്ക് ഒരു നല്ല ദൃഢനിശ്ചയമുള്ളൊരു മനസ്സിന് കഴിയുന്നുള്ളതാണ്. അപ്പൊ ഇതാണ് സ്റ്റോറി എന്ന് പറയുന്നത്. സർ, സ്ക്രീൻ ഷെയർ സ്റ്റോപ്പ് ചെയ്തോളൂ കേട്ടാ. ഓക്കെ. അപ്പോ ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് കിട്ടുന്ന നമുക്കൊരു തീം എന്ന് വെച്ച് കഴിഞ്ഞാല് നെറേറ്റീവ് ഹീലിംഗ് എന്ന് പറയും. സൈക്കോളജിയിൽ അതിനാ നെറേറ്റീവ് ഹീലിംഗ് എന്ന് പറയും. നെറേറ്റീവ് ഹീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വെല്ലുവിളികള് അല്ലെങ്കിൽ നമ്മൾ നേരിട്ട പ്രതിസന്ധികള് അതൊക്കെ ആലോചിച്ച് നമ്മൾ വിഷമിച്ചിരിക്കാണ്ട് നമ്മൾ അതിൽ നിന്ന് നമുക്ക് ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഞാൻ വിചാരിക്കുന്നു, എനിക്ക് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഇത് ഉണ്ടായത് ചിലപ്പോ നല്ലതിനായിരിക്കും നമ്മൾ വിചാരിക്കണം എന്ന് പറയില്ല. അപ്പൊ നമ്മൾ അതിൽ നിന്നൊരു സ്റ്റോറി ഉണ്ടാക്കണേനെയാണ് നെറേറ്റീവ് ഹീലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതായത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികളോ നമ്മളെ അസ്വസ്ഥാക്കുന്ന സംഭവങ്ങളോ എന്തെങ്കിലും ഉണ്ടാവുമ്പോൾ നമ്മൾ വിചാരിക്കണം, എനിക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്നെ കൂടുതൽ ശക്തിയാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്റെ കഴിവുകൾ പുറത്ത് വരാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ എന്റെ മൈൻഡ് കൂടുതൽ സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എനിക്കിതൊരു എക്സ്പീരിയൻസ് ആണ് എന്ന് നമ്മൾ തന്നെ സ്വയം നമ്മളെ സുഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ നെറേറ്റീവ് ഹീലിംഗ് എന്ന് പറയുന്നത്. സംഭവം ഇതാണ്, നമ്മള്
ഇത് ഒരു സൈക്കോളജിയിലെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ആശയമാണ് ഈ നെറേറ്റീവ് ഹീലിംഗ് എന്ന് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഭൂതകാലത്തെ കുറിച്ച് പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അയ്യോ എനിക്ക് അങ്ങനെ ഒന്നും സംഭവിച്ചല്ലോ എന്നിങ്ങനെ വിഷമിച്ചിരിക്കാണ്ട് അത് സംഭവിച്ചത് എനിക്ക് ഇതിനായിരിക്കും, നല്ലതിനായിരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഇതൊരു കാര്യം സംഭവിക്കുമ്പോൾ നമ്മൾ അതിലത്തെ നല്ലൊരു വശം കണ്ടെത്തിയിട്ട് ചിലപ്പോ അങ്ങനെ ഇരിക്കാം. ആ ഒരു സ്റ്റോറിനെ നമ്മൾ മാറ്റിമറിക്കും. നമ്മൾ അത് ആലോചിച്ച് വിഷമിച്ച് ഇരിക്കുന്നതിന് പകരം ആ ഒരു സ്റ്റോറി നമ്മൾ മാറ്റിമറിച്ച് ചിലപ്പോൾ അതായിരിക്കും അപ്പൊ നമുക്ക് ഇതിനുള്ള സൊല്യൂഷൻ ഇങ്ങനെ കണ്ടെത്തണം എന്ന് സ്വയം നമുക്ക് സ്വയം സമാധാനത്തിനും പ്രതീക്ഷയ്ക്കും വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു സ്റ്റോറി മാറ്റിമറിക്കുന്നതിനെയാണ് നെറേറ്റീവ് ഹീലിംഗ് എന്ന് പറയുന്നത്. ജപ്പാനിൽ ഒരു വേർഡ് ഉണ്ട്, കിൻസുഗി എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് ഉണ്ട്. അത് കിൻ എന്ന് വെച്ച് കഴിഞ്ഞാല് സ്വർണം എന്നാണ് അർത്ഥം, സുഗി എന്ന് വെച്ച് കഴിഞ്ഞാല് ചേർക്കുക എന്നാണ് അർത്ഥം. അപ്പൊ ഈ ഒരു വേർഡിന് പിന്നിൽ ഒരു സ്റ്റോറി ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ ഒരു രാജാവ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു ചായ കുടിക്കുന്ന ഒരു കപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അതില് ആ കപ്പ് ആ രാജാവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ കപ്പിൽ ചായ കുടിക്കാനും ആ കപ്പ് അത്രയും ഭയങ്കര പ്രിയപ്പെട്ടതായിരുന്നു ആ രാജാവിന്. അങ്ങനെ ഒരു ദിവസം ആ ഒരു കപ്പ് നിലത്ത് വീണിട്ട് പൊട്ടിപ്പോവാണ്. അപ്പൊ രാജാവിന് ഇത് ഭയങ്കര ഒരു വിഷമാവും. അപ്പൊ രാജാവ് ഈ കപ്പ് ശരിയാക്കാൻ വേണ്ടിയിട്ട് അയക്കും. അങ്ങനെ കപ്പ് ശരിയാക്കുന്ന ആൾക്കാര് കുറച്ച് ഇരുമ്പൊക്കെ എന്തൊക്കെയോ ചേർത്ത് ഒട്ടിച്ചിട്ട് കപ്പ് രാജാവിന് കൊടുക്കണം. പക്ഷെ രാജാവിന് കപ്പ് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അവിടുത്തെ കുറച്ചും കൂടെ ഇതുള്ള ഭാവനയ്ക്കുള്ള കരകൗശല വിദ്യക്കാര് എന്ത് വിചാരിക്കുകയാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കപ്പിന്റെ ആ വിള്ളലുകൾ ഉണ്ടാവും, കപ്പിന് വിള്ളലുകളൊക്കെ വന്നു അവിടെയൊക്കെ കുറച്ച് സ്വർണം പൂശിയിട്ട് രാജാവിന് കൊടുക്കാന്ന് വിചാരിക്കും. അങ്ങനെ ആ വിള്ളലുകളിലൊക്കെ സ്വർണം പൂശിയിട്ട് ഈ രാജാവിന് കപ്പ് കൊടുക്കുമ്പോ രാജാവിന് ആ കപ്പ് ഭയങ്കര മനോഹരമായിട്ട് തോന്നുന്നു, മുമ്പത്തേക്കാളും ഭയങ്കര ഒരു മനോഹരമായിട്ട് തോന്നുന്നു. രാജാവിന് ഭയങ്കര ഹാപ്പി ആവണം. അപ്പൊ ഈ ഒരു ഇതിനെ കിൻസുഗി എന്നാണ് പറയേണ്ട ഈ ഒരു സംഭവത്തിന്. അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു കപ്പില് വിള്ളല് വന്നപ്പോ ആ ഒരു വിള്ളല് എന്താണ് മറയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്ത് ചെയ്തു, കുറച്ചും കൂടെ മനോഹരമായിട്ടുള്ള സ്വർണം പൂശി എന്നുള്ളതിന്. അതുപോലെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ സംഭവങ്ങളും നമുക്ക് എന്താണ് ആ ഒരു വിള്ളലായിട്ട് അതിനെ കരുതാണ്ട് അതിനെ കുറച്ചും കൂടെ മനോഹരമാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഇങ്ങനെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു അനുഭവം ഉണ്ടായപ്പോ ഇത് നല്ലതിനായിരിക്കും, ഇതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാവും, ഇതെനിക്കൊരു പാഠമാണ്, അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മൾ അതിനെ കൂടുതൽ മനോഹരമാക്കുന്നതിനെയാണ് ഈ നെറേറ്റീവ് ഹീലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ സ്റ്റോറിയും അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതായത് ആ ഒരു കുട്ടി ആദ്യം സങ്കടങ്ങളൊക്കെ മുത്തച്ഛന് എഴുതാൻ ശ്രമിച്ചു, പിന്നെ മുത്തച്ഛന് ജീവിച്ചിരിക്കണില്ല എന്ന് പറഞ്ഞപ്പോ അവൻ എന്താണ് ലോകത്തിനോട് വിളിച്ച് പറയാന്ന് വെച്ചു. അതുപോലെ ഈ നമ്മൾക്ക് ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന നമുക്ക് എക്സ്പീരിയൻസുകൾ ഉണ്ടല്ലോ, നമ്മൾ ചിലപ്പോ എന്തെങ്കിലും പ്രതിസന്ധികൾ നമ്മൾ നേരിട്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നത് അവർക്ക് നമ്മളെ പോലെ ഇതുപോലത്തെ പ്രതിസന്ധികളൊക്കെ അനുഭവിക്കുന്നവരുണ്ടാവും. അപ്പൊ അവർക്ക് നമ്മൾ അത് ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് അത് ഭയങ്കര ഒരു പ്രതീക്ഷയും പ്രചോദനം, അവരുടെ ജീവിതത്തിൽ നമ്മളുടെ സ്റ്റോറീസ് ഇൻസ്പിറേഷൻ ആവും. അപ്പൊ നമ്മ ഇങ്ങനെയുള്ള സ്റ്റോറീസ് നമ്മുടെയൊക്കെ ലൈഫിലൊക്കെ ഉണ്ടെങ്കിൽ, നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്തിട്ടുള്ളതോ അങ്ങനത്തെ ഉണ്ടെങ്കിൽ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ നെറേറ്റീവ് ഹീലിംഗ്, എന്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന്റെ സ്റ്റോറി നമ്മൾ മനോഹരാക്കും. നമ്മൾ അതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നതിന് പകരം അത് ആ ഒരു സ്റ്റോറി മാറ്റിമറിക്കുക. ഇതൊക്കെ നമ്മളെ സ്വയം ഹീൽ ചെയ്യുന്നതിനുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതാണ് രണ്ടാമത്തെ സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോ എല്ലാവർക്കും സ്റ്റോറി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. 6:05 ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ സ്റ്റോറിനായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസുകൾ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തരണം ചെയ്തിട്ടുള്ള മറ്റുള്ളവർക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു കാര്യം സംഭവിക്കുമ്പോൾ അത് നല്ലതിനായിരുന്നു, അത് സംഭവിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെയായിരുന്നു, നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. എന്തായാലും നമുക്കെല്ലാവർക്കും ജീവിതത്തില് ദൈവം നല്ലത് മാത്രമാണ് വരുത്തുള്ളൂ. ദൈവം എന്ത് ചെയ്താലും അത് നമുക്ക് നല്ലതിനാണെന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്ക് ഉണ്ടാകണം. എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ഏതൊരു കാര്യത്തിനും രണ്ട് വശങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഓപ്പോസിറ്റ് വാല്യൂസ് ആർ കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ, ഒരു നാണയം നമ്മളെ കാണിച്ചിട്ട് അതിന്റെ ഒരു വശം എടുത്തോളം പറയാൻ നമുക്ക് എടുക്കാൻ പറ്റൂലല്ലോ. നമ്മളത് എടുക്കുമ്പോൾ രണ്ട് വശം കൂടെ കൂടിയല്ലേ എടുക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു സുഖവും ദുഃഖവും
അപ്പുറം ഇപ്പുറം ഉണ്ട്. രാവിന് പകലുണ്ട്, പകലിന് രാത്രിയുണ്ട്. അതുപോലെ തന്നെ ഒരു കയറ്റത്തിന് ഒരു ഇറക്കമുണ്ട്, ഇറക്കത്തിന് ഒരു കയറ്റമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക. ഒരു സുഖം വരുമ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കുക ഇതിനപ്പുറം നമുക്ക് എന്തെങ്കിലും വരാനുണ്ട്. അപ്പൊ ആ സുഖത്തിൽ നമ്മൾ മതിമറന്ന് ആഹ്ലാദിക്കേണ്ട. അതുപോലെ തന്നെ ഒരു ദുഃഖം വരുമ്പോൾ നമ്മൾ വിചാരിക്കുക അതിനപ്പുറം ഏറ്റവും വലിയ സുഖം വരുന്നുണ്ട്. അപ്പൊ ആ ദുഃഖം നമുക്ക് അത്ര ദുഃഖമായിട്ട് തോന്നില്ല. അതുപോലെ ആണ് നമ്മളുടെ ജീവിതം കൊണ്ടുപോകേണ്ടത്. അപ്പൊ നമുക്ക് ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും എന്തായാലും. ഉറച്ചു വിശ്വസിക്കുക, ദൈവം തരുന്നത് എല്ലാം നല്ലതിന് വേണ്ടി. എന്ത് സംഭവിക്കുന്നതോ അത് നല്ലതിനാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവില്ല. പിന്നെ ആദ്യം പറഞ്ഞ കഥയെന്ന് പറഞ്ഞാലും നമ്മളിപ്പോ ഒരു ആളെ അക്സെപ്റ്റ് ദി പീപ്പിൾസ് ആസ് ദെയർ എന്ന് പറഞ്ഞാൽ അവരങ്ങനെയാണ്. അപ്പൊ അവരെ ആ സൃഷ്ടി അങ്ങനെയാണ് ദൈവത്തിന്റെ. നമ്മളത് ഉൾക്കൊള്ളുക. അവരിൽ ചിലപ്പോ ചീത്ത സ്വഭാവം ഉണ്ടാവും, ചിലപ്പോ നല്ല സ്വഭാവം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. നമ്മള് അവരെ അതേപടി അംഗീകരിച്ചോളുക. നമുക്ക് മനസ്സമാധാനം കിട്ടുന്നത് അതുകൊണ്ടാണ്. അല്ലാതെ നമ്മൾ അവരെ തിരുത്താൻ പോകണ്ട. പിന്നെ നമുക്ക് ഏറ്റവും അടുത്ത ആളാണെങ്കിൽ നമുക്കൊരു ഉപദേശം വേണമെങ്കിൽ കൊടുക്കാം. അല്ലാതെ ചിലര് നമ്മൾ ഉപദേശം കൊടുത്താൽ പോലും തിരുത്തപ്പെടുന്ന ആൾക്കാരായിരിക്കില്ല. അതുകൊണ്ട് നമ്മുടെ മനസ്സമാധാനം കളയണ്ട. അപ്പൊ നമുക്ക് മനസ്സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി മുമ്പോട്ട് പോകണമെങ്കിൽ ഇങ്ങനെയെല്ലാം നമ്മൾ ചിന്തിക്കണം. താങ്ക് യു മാഡം, ഏറ്റവും നല്ല കഥകളായിരുന്നു. ശരി എന്നാ. താങ്ക് യു മാം. ഹാപ്പി മോർണിംഗ് മാഡം. ഹാപ്പി മോർണിംഗ് സാർ. ഇപ്പോ എനിക്ക് മാഡം ആദ്യം പറഞ്ഞ ഇതിലുള്ള ഈ അധ്യാപകരിലുള്ള എന്ന് പറയേണ്ട റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള അധ്യാപകരൊക്കെ എന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ന് പറയേണ്ട സ്ട്രിക്റ്റ് ആയിട്ട് പഠനത്തിൽ പിന്നെ ഭയങ്കരമായിട്ട് എന്ന് പറയേണ്ട എന്തെങ്കിലും ഇതായി കഴിഞ്ഞാൽ അടിക്കുക, എന്ന് പറയേണ്ട അങ്ങനെ ചുരൽ പ്രയോഗം. പക്ഷെ അവരൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ വളരെ സ്നേഹത്തോടെയും സിൻസിയറായിട്ടും അങ്ങനെ പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കുട്ടികളൊരു പ്രശ്നം, ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഒരു അത്യാവശ്യം വന്ന് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വന്ന് അപ്പം വളരെ എന്താ പറയണ്ട ആക്റ്റീവായിട്ട് ആ കാര്യം അവർക്ക് ചെയ്തു കൊടുക്കും. നമ്മൾ വിചാരിക്കുന്നത് ഒരു അങ്ങനെ ക്രൂരരായിട്ടുള്ള ഒരു ആളാണെന്ന് നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമുക്ക് അങ്ങനെയല്ലേ തോന്നുക, ഒരു വ്യക്തിനെ അറിയാത്ത രീതിയിൽ. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നീട് ഞാൻ നല്ല രീതിയിൽ അവരെ ആ ഒരു എന്ന് പറയേണ്ട ഇത് കണ്ടിട്ടുണ്ട് അവിടെ എല്ലാവരെയും. അപ്പം അതുകൂടാണ്ട് രണ്ടാമത് പറഞ്ഞ കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി വിധി ഇതാക്കുന്ന എന്താ പറയുന്നത്, ഇപ്പോൾ ഒരു കഥയിൽ ഞാൻ കേട്ടിട്ടുള്ള, ഇപ്പോൾ ഒരു മലയുടെ അടിവാരത്തിലൂടെ പോകുന്ന ഒരാള്, അപ്പോൾ എന്താ പറയണ്ട ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ തലയിൽ ഒരു ചെറിയൊരു കല്ല് വീണ്, ചെറിയത്. അപ്പം പെട്ടെന്ന് എന്താ പറയണ്ട ഭയങ്കരം എന്താ പറയണ്ട ദേഷ്യം, എന്താ പറയുക ഇതെന്താ ഞാനൊരു തെറ്റും ചെയ്യാണ്ട് ഇങ്ങനെ എന്താ പറയണ്ട വന്ന് വീണില്ലേ എന്ന് പറഞ്ഞിട്ട് ദൈവത്തിനൊക്കെ ഭയങ്കരം കുറ്റം പറയുന്ന, അല്ലെങ്കിൽ ദൈവത്തോട് എന്താ പറയണ്ട ഇഷ്ടമല്ലാത്ത രീതിയിൽ എന്താ പറയണ്ട സംസാരിച്ച്. അപ്പോൾ അവിടെ കുറച്ച് സ്റ്റക്കായിപ്പോയി. കല്ല് വീണേരം അതിൻ്റെ വേദനയും അതിൻ്റെ ഒരു ഇതും. അപ്പോൾ കുറച്ചും കൂടി മുന്നോട്ട് പോയാലോ ഒരു വലിയ മല തന്നെ എന്താ പറയണ്ട താഴേക്ക് വീഴുമായിരുന്നു. അപ്പോൾ കുറച്ച് അവിടെ സ്റ്റക്കായിട്ടില്ലെങ്കിൽ ആ മല വീണിട്ട് അത് അദ്ദേഹം ഭയങ്കരം എന്താ പറയണ്ട ഭയങ്കരമായിട്ട് അപകടകരമായിട്ട് മരണമോ അല്ലെങ്കിൽ അതിനെക്കാട്ടും വലിയൊരു അപകടമോ രീതിയിലുള്ള സംഭവിച്ച് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ അതിന് മുന്നേ എന്താ പറയണ്ട അത് അവിടെ കുറച്ച് നേരം സ്റ്റക്കായതുകൊണ്ടാണ് ഒരു ദൈവത്തിൻ്റെ ഒരു സിഗ്നൽ എന്നുള്ള രീതിയിൽ ഉള്ളതുകൊണ്ടാണ് അവർ എന്താ പറയണ്ട രക്ഷപ്പെട്ടത്. അപ്പം അങ്ങനെയും ഉണ്ട്. നമ്മൾ മുൻവിധി എല്ലാത്തിനും ഒരാളെയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തിനോ മുൻവിധിയോടെ എന്താ പറയണ്ട ഇതാകുമ്പോൾ ജീവിതത്തിലുള്ള ചില പ്രശ്നങ്ങൾ, അത് മാഡം പറഞ്ഞ ആ കഥയിലോട്ട് നല്ല റിയാലിറ്റി എന്ന് പറയണ്ട, അത് കഥയാണെങ്കിലും റിയാലിറ്റി ആണ് ചില കാര്യങ്ങൾ. ഗുഡ് മോർണിംഗ് മാം. മോർണിംഗ്. നല്ല 2 സ്റ്റോറീസ് ആയിരുന്നു. ആദ്യം പറഞ്ഞ സ്റ്റോറിയിലെ കോമളവല്ലി മാം പറഞ്ഞ പോലെ ചില ആളുകളൊക്കെ റഫ് ആവുന്നത് അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കില്ലേ. നമുക്കറിയില്ല, ഓരോരുത്തരും ജീവിക്കുന്നത് ഓരോ സാഹചര്യത്തിലാണ്. അവർക്ക് സത്യത്തിൽ അവരെങ്ങനെ ആയിരിക്കണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല, പുറമേ കാണിക്കുന്നതായിരിക്കണം. പിന്നെ ചില ടീച്ചേഴ്സൊക്കെ റഫ് ആവുന്നത് കൊണ്ട് മാത്രമേ നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റുകളൊക്കെ ഉണ്ട്. എനിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ടീച്ചർ. ആളത്രയും റഫായത് കാരണം മാത്രമേ ഞാൻ ആ സബ്ജക്റ്റ് പഠിച്ചിരുന്നു. അല്ലെങ്കിൽ നമ്മളതങ്ങ് ഈസി ആയിട്ട് വിടും. അപ്പം അത് വളരെ നല്ലൊരു സ്റ്റോറി ആയിരുന്നു. രണ്ടാമത്തത് ഈ പറയുന്ന പോലെ തന്നെ സംഭവിക്കുന്നതെല്ലാം നല്ലതിനെന്ന് വിചാരിക്കുക. എല്ലാം പോസിറ്റീവായിട്ട് കണ്ടു കഴിഞ്ഞാൽ പരിഹാരവും നമുക്ക് തന്നെ കിട്ടും. അല്ലെങ്കിൽ
നമുക്ക് എന്താണ് ഇങ്ങനെ നമുക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ പിന്നെയും പിന്നെയും അതുപോലെ സംഭവിക്കുകയായിരിക്കും. എന്തായാലും നല്ല 2 സ്റ്റോറീസ് ആയിരുന്നു രാവിലെ തന്നെ. താങ്ക് യു മാം. താങ്ക് യു രാജ് സർ. അർച്ചന മാം ഉണ്ടോ അവിടെ? ഉണ്ട് ഇവിടെ തന്നെ ഉണ്ട്. ഗുഡ് മോർണിംഗ് സജ്ന മാം. ഗുഡ് മോർണിംഗ്. കഥകൾ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് അറിയാലോ, പറയാനും. അപ്പൊ അതാണ് ഞാൻ കഥയാണെന്ന് കണ്ടപ്പോ ഓടിപ്പോകുന്നത്. സജ്ന മാം പറഞ്ഞ 2 കഥകളും കേട്ടു. ഈ കിൻസുകിയൊക്കെ നമ്മൾ കേൾക്കുന്നത് തന്നെയാണ്. ജീവിതത്തിലെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, പലപ്പോഴും നമ്മൾ ഇപ്പൊ ഈ മോഡേൺ എറയിൽ നമ്മളൊരു സോഷ്യൽ മീഡിയ ലൈഫാണ് ലീഡ് ചെയ്യുന്നത് അല്ലെ. എല്ലാവരും മറ്റുള്ളവർ പുറത്തെന്താ കാണിക്കുന്നത്, എങ്ങനെയാണ് ജീവിക്കുന്നത്, അതിനെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിനെ ഭയങ്കര ലോ പ്രൊഫൈലിൽ കാണുന്നത്. ഭയങ്കര എനിക്കൊന്നുമില്ല, എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു, എനിക്ക് നല്ല ജോലി, എല്ലാം എന്താണോ അല്ലെ, നമ്മൾ എന്താണോ നമുക്ക് ആ സമയത്ത് കുറവ്, നമ്മൾ അതായിരിക്കും ഹൈലൈറ്റ് ചെയ്ത് എപ്പോഴും കാണുന്നത്. പക്ഷെ നേരത്തെ കോമള മാം പറഞ്ഞത് മാതിരി ഒരു കോയിന്റെ 2 സൈഡ് എന്ന് പറഞ്ഞത് മാതിരി മറ്റുള്ള തിളക്കം ഉള്ള ജീവിതങ്ങളുടെ അപ്പുറത്തെ സൈഡ് നമ്മൾ ഒരിക്കലും കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അത് മനസ്സിലാക്കാനും, അതുപോലെ തന്നെ ഈ കാണുന്ന എല്ലാവരും ഹാപ്പിയാണ് നമ്മൾ പറഞ്ഞില്ലേ. എപ്പോഴെങ്കിലും നമ്മൾ ഈ ആളുകളുടെ അടുത്ത് ചെന്ന് അവരുടെ ഒരു മറുവശം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും വി ആർ സോ ലക്കി. ബിക്കോസ് പുറത്ത് ചിരിച്ച് എക്സ്പ്രസീവ് ആയിട്ട് കളർഫുൾ ആയി കാണുന്ന എല്ലാ ജീവിതങ്ങളും അങ്ങനെയല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മുടെ ജീവിതത്തിന്റെ എന്താ പറയണത്, പോസിറ്റീവ്സിനെ കൂടുതൽ കാണാൻ പഠിക്കുക. അതായത് നമ്മളെക്കാൾ മേലെ നമ്മൾ ഭയങ്കര കളർഫുള്ളായി കാണുന്ന ആളുകൾക്ക് പകരം ഡാർക്കർ സൈഡ് ഓഫ് ദ സൊസൈറ്റി അല്ലെ, അല്ലെങ്കിൽ ആ പെയിൻഫുൾ ആയിട്ടൊരു സൊസൈറ്റിനെയും കൂടി ശ്രദ്ധിക്കാം. എനിക്ക് ഒരു കാറേ, മറ്റേവന് 3 കാറുണ്ട്, എനിക്ക് ഒരു കാറേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ദിവസം നടന്നും ഓടിയും ബസ് മിസ്സായും കോളേജിൽ എത്തുന്ന പിള്ളേരെയും നമ്മൾ കാണണം എന്നുള്ളതാണ്. നമുക്ക് താഴെയുള്ളവരെ കാണാൻ നമ്മൾ പഠിക്കും തോറുമാണ് നമ്മുടെ ലൈഫ് എത്ര സുന്ദരമാണെന്ന് മനസ്സിലാവുന്നത്. അതിപ്പോ നേരത്തെ പറഞ്ഞതുമാതിരി ഈശ്വരവിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാ വ്യക്തികൾക്കും എന്തായാലും ഒരു യൂണിവേഴ്സൽ പവറിൽ വിശ്വാസം ഉണ്ടാവും. സം ക്രിയേറ്റർ ഇസ് ദർ. ദൈവത്തിൽ വിശ്വാസം ഇല്ലെങ്കിലും ഇപ്പൊ ഒരുപാട് ആളുകൾ ഉണ്ടാവും എത്തിസ്റ്റ് ആയിട്ടുള്ളവർ, എന്നാലും ഈവൻ ദേ ബിലീവ് എന്തോ ഒന്നുണ്ട്, അല്ലാതെ ഇതെല്ലാം ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഒന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാത്തിനും നേരത്തെ മാം പറഞ്ഞ മറുവശമുണ്ട്. നമുക്ക് ഇത്രയും ഉണ്ടെങ്കിൽ നമ്മളെപ്പോലെ ഇത്രയില്ലാത്ത, പോട്ടെ ഒന്നുമില്ലാത്ത ആളുകളും ഇതേ സൊസൈറ്റിയിലാണ് സർവൈവ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു സത്യം. ഒബ്സർവേഷൻ, ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒബ്സർവേഷൻ ഇസ് ദ ബെസ്റ്റ് മെഡിസിൻ ടു കീപ് ഗോയിങ് ഓൺ. എത്രത്തോളം നിങ്ങൾ സമൂഹവും ചുറ്റുപാടും ഈ ഒരു റിയാലിറ്റിയും ഒബ്സർവ് ചെയ്യുന്നു, അത്രയും മനോഹരമായി നമുക്ക് ദിവസങ്ങൾ മുന്നോട്ട് പോകാന്നുള്ളതാണ്. സോ റിയലി നല്ലൊരു സെഷൻ ആയിരുന്നു. നല്ല 2 സ്റ്റോറീസ് ആയിരുന്നു. പിന്നെ സ്റ്റോറീസിന്റെ കാര്യത്തിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതിപ്പോ എത്രയായി, എപ്പിസോഡ് 6 അല്ലേ? ഇനിയും ഒരുപാട് കഥകൾ പ്രതീക്ഷിക്കുന്നു മാമിന്റെ അടുത്തുനിന്ന്. സോ എല്ലാവർക്കും ഒരു ഗുഡ് ഡേ ആശംസിക്കുന്നു. താങ്ക് യു. 6 എന്ന് പറയുന്നത് എണ്ണാൻ തുടങ്ങിയ അവിടുന്നാണ് 6. എണ്ണാത്തത് കുറെ ഉണ്ട്. എന്നാത്തത് ആദ്യം കുറെ ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പൊ സീരീസ് ആയി. അതെ, പേര് മാറ്റി മാറ്റി കൊടുക്കണ്ടല്ലോ. അപ്പൊ ചാപ്റ്റർ 1 ചാപ്റ്റർ 2 അങ്ങനെ പിന്നെ കൊടുക്കാൻ തുടങ്ങി. അർച്ചനമ്മ പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ, ഞാൻ ആദ്യം ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ബുക്കുകൾ, ഇങ്ങനത്തെ ബുക്ക് ദൈവത്തിനായിട്ട് എനിക്ക് ഭയങ്കര അങ്ങനത്തെ ഒരു ഇതായിരുന്നു ആദ്യം. ദൈവത്തിനായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ വായിക്കാൻ, അങ്ങനെ മതപരമായിട്ടുള്ള ബുക്കുകൾ അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒരു യൂണിവേഴ്സൽ പവർ ഉണ്ട്, കൂടുതലൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ആ ഒരു വിശ്വാസം, ഈശ്വരൻ എന്തായാലും അങ്ങനെ ഒരു പവർ എന്തായാലും, അല്ലാണ്ട് ഇങ്ങനെയൊന്നും നടക്കൂലല്ലോ നമ്മുടെ പ്രപഞ്ചത്തിൽ. അപ്പൊ ഇപ്പൊ അങ്ങനത്തെ ഒരു വിശ്വാസമാണ്. അതിനൊരു ചെറിയൊരു എക്സാമ്പിൾ എടുത്താൽ മതി മാം. രാവിലെ എണീച്ച് പുറത്തിറങ്ങിയിട്ട് ഒരു പൂമ്പാറ്റയെ നോക്കി ഒരു 5 മിനിറ്റ് ഇരുന്നാൽ മനസ്സിലാവും ആരാണ് ഇതിന് ഇങ്ങനെ ഒരു നിറം കൊടുത്തത്.
കളറ് വാരി അതെ വിതറല്ലോ, രണ്ട് ഭാഗത്തെ ചിറകും നോക്കൂ, എത്ര മനോഹരമായി കറക്റ്റ് ആയിട്ട് അല്ലേ വര അതെ അളന്ന് കുറിച്ച് രണ്ട് സൈഡിനും കളർ കൊടുത്തിരിക്കുന്നത്. അതെ അതെ. അത് കുറച്ചു അതുപോലെ നേരം ചില ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. അതെ, നമുക്ക് ആൻസർ ഇല്ലല്ലോ. എങ്ങനെ നമുക്ക് അതിനൊരു ആൻസർ ഉണ്ടാവുന്നത്? ഒരു നാല് ചില മരം മുറ്റത്തെടുത്താല്, നാല് മരം മുറ്റത്തെടുത്താല് നാല് മരത്തിനും ഡിഫറെന്റ് ഇലകളാണ്. അതിൽ വരുന്ന പൂക്കളായാലും എല്ലാം ഡിഫറെന്റ് ആണ്. അതിൽ ഫ്രൂട്ട്സ് ബെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഡിഫറെന്റ് ആണ്. സോ വേർ ഡസ് ഇറ്റ് കം ഫ്രം? സോ അത്രേ ഉള്ളൂ. അതെ അതെ. എത്രയോ വെറൈറ്റീസ് ഉണ്ടല്ലേ. പിന്നെ ചിലപ്പോഴും ചില പൂമ്പാറ്റകളെയൊക്കെ ഡിസൈൻ ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നു ഇതൊക്കെ ഇങ്ങനെ ഇത്രയും ഭംഗിയായിട്ട് അങ്ങനെ തോന്നാറുണ്ട് കാണുമ്പോൾ. എല്ലാവരും നമ്മുടെ നമ്മുടെ എക്സിസ്റ്റൻസ് ഒന്ന് നോക്കൂ, നമ്മുടെ ജനനം അല്ലെ, നമ്മൾ എവിടെ എങ്ങനെയാണ് നമ്മൾ ഉത്ഭവിക്കുന്നത്, അവിടെ നിന്ന് നമ്മുടെ വയറ്റിൽ നിന്ന് പുറത്തു വരുന്നവരെയുള്ള ഒരു പ്രോസസ്. സോ ഈച്ച് ആൻഡ് എവറിത്തിങ് എത്ര ബ്യൂട്ടിഫുള്ളി ആണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അല്ലെ. അതെ മാത്സിലെ കണക്ക് പോലെ തന്നെ കൃത്യമായ ഒരു ആ, അള അളന്ന് മുറിച്ച രീതിയിലാണ് ഇതൊക്കെ പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഹൂ പ്ലാൻ ഓൾ ദിസ്? സോ നമുക്ക് അതെ ആൻസർ ഇല്ല. ഞാനൊരു ആൻസർ അതെ പറഞ്ഞാൽ അത് സജന മാമിന് ആക്സെപ്റ്റബിൾ ആവണമെന്നില്ല, സജന മാം പറയുന്ന ഒരു ആൻസർ ഒരു ഓഫീസറിന് ആക്സെപ്റ്റബിൾ ആവണമെന്നില്ല. പക്ഷെ സ്റ്റിൽ ദർ ഇസ് എ മിസ്റ്ററി അല്ലെ, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. സോ അതുപോലെയാണ് ജീവിതവും. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയില്ല, യെറ്റ് ടു കം. സോ ലെറ്റ്സ് കീപ് ഹോപ്പ് ആൻഡ് ഫെയ്ത്ത്. അതെ അതെ. അതെ, കഥയുടെ രാജകുമാരിയാണ് സജിമ. എന്തായാലും ഈ ലോകത്ത് കാണുന്നത് എല്ലാം സുന്ദരമാണ്. സുന്ദരമാ എന്ന് പറഞ്ഞാൽ നമ്മൾ അത് കാണാൻ ശ്രമിക്കുക, അല്ലാത്തത് കാണണ്ട. അപ്പോൾ നമുക്ക് വളരെ സന്തോഷം ഉണ്ടാവും. ഇപ്പൊ പൂയുടെ കാര്യം പറഞ്ഞില്ല, അതുപോലെ നമ്മൾ ഒരു 5 മിനിറ്റ് ഒരു നേച്ചർ വാക്കിങ്ങിനായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്ക്, എല്ലാം ശ്രദ്ധ നോക്ക്, ഏതിലും നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും. നമ്മൾ അത് നമ്മൾ ശരിക്കും അത് ശ്രദ്ധിക്കണം. ഈ ദൈവത്തിന്റെ കരവിരുത് എന്താണ് അന്ന് അതിൽ നമ്മൾ അത്ഭുതപ്പെടുകയാണ് വേണ്ടത്. എന്താണ് ഈ ലോകം? അപ്പോൾ നമ്മൾക്ക് എത്രയോ സന്തോഷം ഉണ്ടാവും. ചിന്തിച്ചു നോക്ക്. അതെ അതെ. നമുക്കത് കാണാനുള്ള കാഴ്ച ഇല്ലാത്തതാണ് പ്രശ്നം. നമ്മൾ കാണുന്നില്ല. നമ്മളെ കുറെ നമ്മുടെ പാസ്റ്റിന്റെ നമ്മുടെ കാഴ്ചപ്പാട് അതേ രീതിയിലാവണം. അതായിട്ട് നമ്മൾ നടക്കുമ്പോ നമ്മൾക്ക് ഇതൊന്നും കാണുന്നില്ല, നമ്മൾ തിരിച്ചറിയുന്നില്ല. ഇത് പറഞ്ഞപ്പോ ഇതിന്റെ കൂടെ ഒരു ലൈഫ് എക്സ്പീരിയൻസും കൂടി ടൈം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം സജന മാം. ചെയ്തോളാം. അതായത് ഞാനേ കുട്ടിയായിരുന്നപ്പം എപ്പോഴും ചിന്തിക്കുമായിരുന്നു, എനിക്ക് ചെറുതിലെ പാരന്റ്സ് ഒക്കെ നഷ്ടപ്പെട്ടതാ. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടം. ഞാൻ എപ്പോഴും കമ്പയർ ചെയ്യുമ്പോ എന്താണ്, അയ്യോ എല്ലാവർക്കും അച്ഛനുണ്ട് അമ്മയുണ്ട്, ഉച്ചയ്ക്ക് ആയാല് സ്കൂളിൽ ചോറും പാത്രം കൊണ്ട് അമ്മമാര് വരുന്നു, അവര് വാരി കൊടുക്കുന്നു. അപ്പൊ എനിക്ക് എന്നും സങ്കടമാണ്. ഒരു 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 ഏജ് വരെയും ഞാനിങ്ങനെ ഇതന്നെയായിരുന്നു എന്റെ ചിന്ത. പക്ഷെ എനിക്കില്ലല്ലോ ഇതന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരുമ്പോൾ പോലും നമ്മൾ മിസ്സിംഗ് ആണ്, കരച്ചിലാണ്, അങ്ങനെയാണ്. ഇപ്പൊ ആ സങ്കടം ഇല്ല എന്നല്ല, പക്ഷേ ലൈഫിൽ ആ ഒരു സങ്കടം വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാല് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊരു സ്റ്റേജിൽ മനസ്സിലാക്കുകയും ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഒബ്സർവേഷൻ എന്ന് പറയുന്ന സാധനം തുടങ്ങി. ഒബ്സർവേഷനിലൂടെയാണ് എനിക്ക് മനസ്സിലായത് മാം, ഇപ്പൊ അറ്റ്ലീസ്റ്റ് എനിക്ക് അച്ഛനും അമ്മയും കുട്ടിക്കാലത്ത് നഷ്ടപ്പെട്ടാൽ എനിക്ക് 2 ചേട്ടന്മാരുണ്ടായിരുന്നു. അവരാണ് എന്നെ നോക്കിയതും വളർത്തിയതും ഒക്കെ. അപ്പൊ ഞാൻ ചിന്തിച്ചു തുടങ്ങി, എനിക്ക് അന്ന് അങ്ങനെ ആ ബ്രദേഴ്സ് ഇല്ലായിരുന്നു എങ്കിൽ എന്റെ അവസ്ഥ എന്തായേനെ. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ ഒരുപാട് ആളുകളെ കാണുന്നുണ്ട്, അച്ഛനമ്മമാരൊന്നും ഇല്ലാതെ അനാഥാശ്രമങ്ങളിലും അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസിൽ പോയി പെടുന്ന ആളുകളെയൊക്കെ നമ്മൾ ചുറ്റും കാണുന്നുണ്ട്. അത് ശരിക്കും റിയലൈസ് ആയത് ഞാൻ ലോ കോളേജിൽ പഠിക്കുമ്പം അവിടെ വെള്ളിമാട് കുന്ന് ജുവനൈൽ ഹോം ഉണ്ട്. അപ്പൊ ജുവനൈൽ ഹോമിലേക്ക് ക്ലാസ്സസ് എടുക്കാൻ പോകുമായിരുന്നു. അപ്പൊ ക്ലാസ്സസ് എടുക്കാൻ പോകുമ്പോഴാണ് കൂടുതൽ ആളുകളെ, കുട്ടികളെ അടുത്തറിയാനുള്ള ഒരു അവസരം ഉണ്ടായത്. അച്ഛനമ്മമാരുണ്ടായിട്ട് ഉപേക്ഷിക്കപ്പെട്ടവര്. എനിക്ക് ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്, അവിടെ ഒരു ഗുജറാത്ത് സൈഡിൽ നിന്ന് വന്നൊരു കുട്ടി കൗസർ എന്ന് പറഞ്ഞിട്ട്. ആ കുട്ടി ഇതാണ് സാധനങ്ങളൊക്കെ വിൽക്കാനൊക്കെ വേണ്ടി വന്ന ആളുകളുടെ ഇടയിൽ നിന്ന് ആ കുട്ടി നഷ്ടപ്പെട്ടതാണ്. അവർക്ക് നഷ്ടപ്പെട്ടതാണെന്നും പറഞ്ഞിട്ടാണ് ആ കുട്ടീനെ ഇവിടെ ജുവനൈൽ ഹോമിൽ കൊണ്ടുവന്ന് വെക്കുന്നത്. ആ കുട്ടി ഒരു 2ാം ക്ലാസ്സിന്റെ പ്രായം ഉണ്ടാവുമായിരിക്കും അന്ന്. അപ്പൊ എങ്ങനെയൊക്കെയോ ആ കുട്ടി ഐഡന്റിഫൈ ചെയ്ത സ്ഥലത്തിന്റെ പേര്, നാട്, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ബിറ്റ്സ് ആൻഡ് ടിപ്സ് ഒക്കെ പറഞ്ഞിട്ട് ഇവർ കണ്ടെത്തി. അറ്റ് ലാസ്റ്റ് ഈ കുട്ടിയുടെ വീട്ടുകാരെ അവർ അന്വേഷിച്ച് കണ്ടെത്തി. പക്ഷെ ഒരിക്കലും ആ കുട്ടീനെ അവർ ഏറ്റെടുക്കാനോ കൊണ്ടുപോകാനോ വന്നില്ല. ആക്ച്വലി ഉപേക്ഷിക്കപ്പെടുകയായിരുന്നു ആ കുട്ടി.
അപ്പൊ ഞാൻ അവിടെ ക്ലാസ് എടുക്കാൻ പോകുന്നതിൽ എന്നെ ഏറ്റവും ഇഷ്ടമുള്ള കുട്ടികളിൽ ഒരാളായിരുന്നു ഈ ഒരു കുട്ടി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനമ്മമാരുണ്ടായിട്ട് പോലും ആരുമില്ലാതെ ഉപേക്ഷിക്കപ്പെടുന്ന എന്തോരം ആളുകളാണ്. അതുപോലെ തന്നെ അച്ഛനമ്മയ്ക്ക് 3 മക്കളൊക്കെ ഉണ്ടായിട്ട് വീട്ടില് അച്ഛനെ പേടിച്ച് അമ്മമാര് പെൺകുട്ടികളെ ഇവിടെ വന്ന് കൊണ്ടുവന്ന് വിടുകയാണ്. സോ ഇതെല്ലാം ഞാൻ പേഴ്സണലി വിറ്റ്നസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഭാവിയിൽ പിന്നീട് കൗസറിനെ അവിടെ തന്നെ കോഴിക്കോട് തന്നെയുള്ള ഒരു ഫാമിലി ദത്തെടുത്തു. ആ കുട്ടി ഹാപ്പി ആയിട്ട് പിന്നീട് ഒരു അവസരത്തിൽ ഒരു പബ്ലിക് സ്പേസിൽ ഞാൻ ഈ കുട്ടീനെ വേറൊരു ഫാമിലിയുടെ കൂടെ കണ്ടു. ഞാൻ ചോദിക്കാനൊന്നും പോയില്ല, പക്ഷെ പിന്നീട് ഞാൻ ജുവനൈൽ ഹോമിൽ അന്വേഷിച്ചപ്പോൾ ആ കുട്ടീനെ ദത്തെടുത്ത് പോയി നിന്നു. അപ്പൊ ആ കുട്ടിക്കും ജീവിതത്തിൽ ഒരു പ്രതീക്ഷ ഉണ്ടായി പിന്നീട് എന്നുള്ളതാണ്. പക്ഷെ ഇത്തരത്തിലുള്ള ജീവിതങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഗോഡ് ഹാഡ് അതർ പ്ലാൻസ്. അപ്പൊ അന്ന് ഇവരിൽ ഒരാളാവാതിരുന്നത് തന്നെയല്ലേ എന്റെ ലൈഫിലെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കേണ്ടത്. അപ്പൊ ആ ജുവനൈൽ ഹോമിലെ കുട്ടികളില് കൗസറിന്റെ ലൈഫിനെയാണ് മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭാഗ്യമായിട്ട് കണ്ടത്. എല്ലാവരെ പോലും അനാഥയായിട്ട് നിന്നെങ്കിൽ പോലും ആ കുട്ടിക്ക് ഒരു ഫാമിലി കിട്ടി. സോ എവ്രി ടൈം നമുക്ക് ചുറ്റുമുള്ള ആളുകളെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മളെ ലക്കിയാക്കുന്നത് എന്താണെന്നുള്ളത്. പക്ഷെ അത് ഐഡന്റിഫൈ ചെയ്യാനുള്ള ആ ഒരു എന്താ പറയണത് മിടുക്ക് അല്ലെങ്കിൽ ഒരു ഐ ഓപ്പണർ നമ്മുടെ ജീവിതത്തിലേക്ക് വരണം എന്ന് മാത്രമേ. ഓക്കെ, അപ്പൊ അതൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചാണ്. താങ്ക് യു അർച്ചന മാം. അപ്പൊ എല്ലാവരും ഫീഡ്ബാക്ക് പറഞ്ഞ് കഴിഞ്ഞെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അതെ അതെ. സാർ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ സാർ. സാർ ഇപ്പൊ എപ്പോഴും നമുക്ക് ഫ്രീ ക്ലാസ് ആണ് തരുന്നത്. അപ്പം വിൻബിൾ അക്കാഡമിക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ വേണ്ടേ? ഇപ്പോൾ വൈകുന്നേരം കുറെ കാര്യങ്ങൾ ഫ്രീ ക്ലാസ് ആണ്. ഇപ്പൊ രാവിലെയൊക്കെ ഇത്രയും മെനക്കെട്ടിട്ട് രാവിലെ ഇപ്പോൾ ഇത്ര ഒരു 5 മണിക്കെങ്കിലും റെഡി ആവണം. റെഡി ആയിട്ട് 5:30 ഇങ്ങനെ ക്ലാസ് നടത്തണം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ മെനക്കെടുന്നത്. അപ്പോൾ സാമ്പത്തികം ഒരു അത്യാവശ്യ ഘടകമാണല്ലോ ജീവിതത്തിലെ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെറിയ രീതിയിൽ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടാവും ഇതിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അവരോടും എന്താ പറയണ്ട അങ്ങനെ എൻക്വയറി നടത്താം എന്തെങ്കിലും മുന്നോട്ട് പോവാൻ കൂടുതൽ കാര്യങ്ങൾ. ഇപ്പൊ ക്ലാസ് ആൾക്കും ചിലർക്കൊക്കെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവല്ലോ, അവർക്കും ചെറിയ രീതിയിൽ അത് ഷെയർ ചെയ്ത് കൊടുക്കാം. വിൻബിൾ അക്കാഡമിക്കും ചെറിയ രീതിയിൽ. അപ്പോൾ അതിന്റെ അയക്കേണ്ട എന്താ പറയണ്ട ആ ഒരു ഇത് എന്തെങ്കിലും സ്കാനറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നു കഴിഞ്ഞാൽ ചെറിയ ചെറിയ എന്തെങ്കിലും എമൗണ്ടുകൾ ഒരു മാസത്തിലൊക്കെ എന്താ പറയുക ചെറിയ ചെറിയ വരുമാനം കിട്ടുമ്പോൾ. പ്രദീപ് സർ, ഗുഡ് മോർണിംഗ്. സോറി ഫോർ ഇന്ററപ്റ്റിംഗ്. റിയലി ഹാപ്പി ടു ഹിയർ ദാറ്റ് ഫ്രം യു. ഇങ്ങനെ ഒരു നല്ല മനസ്സ് സാറിന് ഉണ്ട് എന്നുള്ളത്. നമ്മുടെ അക്കാഡമി ഡയറക്ടർ, നമ്മുടെ ഫൗണ്ടർ ഫൈസൽ സാറ് കൂടുതലും പുള്ളി ഈ വിൻബിൾ അക്കാഡമി എന്നുള്ളത് റൺ ചെയ്യുന്നത് ഫിനാൻഷ്യലി ആവശ്യങ്ങളുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഒരുപാട് കോഴ്സുകൾ സാർ നടത്തുന്നുണ്ട്. അതല്ലാതെ മോർണിംഗ് സർക്കിളും ഫ്രീ വെബിനാർസും ഒക്കെ സാറിന്റെ ഒരു സോഷ്യൽ ഒരു ഇത് ഉദ്ദേശിച്ചിട്ടാണ് സാർ ചെയ്യുന്നത്. സോ ആസ് ഓഫ് നൗ അങ്ങനെ നമ്മൾ മോർണിംഗ് സർക്കിളിലൂടെ ഒരു ഇൻകം ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ സാർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഡെഫിനറ്റ്ലി ഒരുപാട് കോഴ്സുകൾ, സാറ് എന്ത് ബാക്ക്ഗ്രൗണ്ട് ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, സാറിന് പറ്റുന്ന കോഴ്സസ് ഒക്കെ നമ്മുടെ ഇതിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പ്ലീസ് ഡു ജോയിൻ ആൻഡ് ഡു പ്രൊപ്പഗേറ്റ്. നമ്മുടെ കോഴ്സുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം കേട്ടോ. അതുപോലെ വിൻബിൾ അക്കാഡമിയുടെ മോർണിംഗ് സെഷനുകളിൽ കൂടുതൽ ആളുകളെ സാറ് പ്രൊപ്പഗേറ്റ് ചെയ്ത് കൊണ്ടുവരും. അതൊക്കെയാണ് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. സാർ ഉണ്ടോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് മാഡം. അപ്പൊ അതാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ സന്തോഷം. സോ ആസ് ഓഫ് നൗ നമ്മൾ അങ്ങനത്തെ പ്ലാൻസിലേക്കൊന്നും കിടക്കുന്നില്ല. പിന്നെ ഈ പറഞ്ഞതുമാതിരി അങ്ങനെ സാർ മാറ്റി വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതേപോലെ അല്ലെ, ആവശ്യമുള്ള ആളുകൾ നമ്മുടെ ചുറ്റും സാറിന് തന്നെ കണ്ടെത്താൻ സാധിക്കും. അപ്പൊ നമ്മളെ മനസ്സിൽ വിൻബിൾ അക്കാഡമി മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അത് അവിടെ എത്തിക്കാം. അതാണ് ഞങ്ങളുടെ ഒരു സന്തോഷം. മേഡം, ഞാനിപ്പോ മോർണിംഗ് സാർ ഇതിന്റെ ക്ലാസ് മാത്രമല്ല, ഞാൻ ഈവനിങ് ക്ലാസ്സിൽ ഫ്രീ ആയിട്ടുള്ള കുറെ ക്ലാസ്സുകൾ ഉണ്ട്. അപ്പൊ അതും ഞാൻ കേൾക്കാറുണ്ട്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതാണ് എനിക്ക് തോന്നിയത്. എൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ വിഷൻ, എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ ഒരു കാഴ്ചപ്പാട്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ. അപ്പോൾ അങ്ങനെയല്ല, മൊത്തത്തിലാണ് ഞാൻ എന്താ പറയണ്ട അതിനെപ്പറ്റി പറയുന്നത്. മോർണിംഗ് ക്ലാസ്സിന്റെ മാത്രമല്ല, ഇപ്പൊ ഈവനിങ് ക്ലാസ്സിലും ആൾക്കാർ അങ്ങനെ
അതിൽ മെനക്കെടാനും കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ ആൾക്കാർ ഉണ്ടല്ലോ ഓൾറെഡി. അപ്പോ Obviously. ചെറിയ ചെറിയ നമ്മുടെ ആയിട്ടുള്ള ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ അത് അങ്ങനെ എല്ലാവരും കൂടി ആലോചിച്ച് കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ എന്താ പറയേണ്ട കാര്യങ്ങൾ ചെയ്യാനും കൂടി പുതിയ പുതിയ സംഭവങ്ങൾ ഉണ്ടാക്കാനും കൂടി ഉപകാരപ്രദമാവുന്നതാണ് തോന്നലാണ് ഞാൻ. തീർച്ചയായിട്ടും സാറിനടുത്ത് ഈ ഒരു വിഷയം എത്തിക്കുന്നതായിരിക്കും. പ്രദീപ് സാറിനോടും ഇതിനെക്കുറിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു സോ മച്ച്. അത്തരത്തിലൊരു കാര്യം സാർ ചിന്തിച്ചു എന്നുള്ളതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ഓക്കെ, ഹാപ്പി മോർണിംഗ്, ലവ്ലി മോർണിംഗ്. ഓക്കെ, Thank you, Happy sir. morning. Thank you so much for your kind words. കഥകൾ കേൾക്കാൻ പണ്ടേ ഇഷ്ടമായിരുന്നു, ഓരോ പുതിയ പുതിയ കഥകൾ. അപ്പോൾ ചെറുപ്പത്തിൽ നിന്ന് ആ ചെറുപ്പത്തിന്റെ നല്ല ഓർമ്മകള്, ബാല്യകാല ഓർമ്മകള്, അതിപ്പോൾ നമ്മൾക്ക് ഏറ്റവും നല്ല സുഖങ്ങൾ കിട്ടുന്ന ഒരു സമയമാണല്ലോ. അപ്പം ടെൻഷൻ ഫ്രീ ആയ അങ്ങനെയുള്ള നല്ലൊരു ചെറിയ കുട്ടിക്കാലം. അപ്പൊ അതിൽ നിന്റെ ഓർമ്മകള്, അതിന്റെ ചെറിയ സുഖം, പിന്നെ രാവിലെ ഒരു മൂഡ് വരാനുള്ള ഇങ്ങനെ കഥകള് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക. നമ്മൾ പണ്ട് പറയണ്ടേ സൊറ പറയുക, അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങൾ തമ്മിൽ ഓരോ, അപ്പൊ മനസ്സിന് കുറെ ആശ്വാസം കിട്ടുന്നത്. അപ്പൊ നമ്മളെ കേൾക്കാൻ അതേപോലത്തെ ആൾക്കാർ, അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന പോലെയുള്ള ഒരു ആൾക്കാർ ഉണ്ടാകുമ്പോൾ നമുക്കത് നല്ലൊരു സന്തോഷം കിട്ടുന്നു, സമാധാനം കിട്ടുന്നു, അങ്ങനെ ഒരു മൂഡ്, എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റി, അതൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, മെനി താങ്ക്സ് വിംബിൾ ടീം. Thank you so much, sir, for your kind words and feedback. Thank you. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു. ഓക്കെ, ഇനിയും കഥകള്, ഓരോരോ കഥകൾ ഉണ്ടാവട്ടെ. കഥകൾ, പുതിയ പുതിയ കഥ. കുട്ടികളും കുറച്ച് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഓരോരോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ രാവിലെയൊക്കെ കുറച്ച് അവരെ പഠനം കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി പഠിക്കണം. പഠനം എല്ലാം കൂടി ചേർന്നതാണ് ജീവിതത്തിന്റെ പഠനം എന്നുള്ള പറയാൻ. അപ്പൊ അങ്ങനെയൊക്കെ കുട്ടികളൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നല്ലതായിരുന്നു. അവരെ കൊച്ചു കൊച്ചു വർത്തമാനങ്ങളും. കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ട് കേട്ടോ സാർ, സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുണ്ട്. അത് സാറ്റർഡേസിലാണ്. സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഉള്ളത് സാറ്റർഡേസിൽ വരുന്നുണ്ട്. അത് സ്റ്റുഡൻസിന്റെ സബ്ജക്റ്റ് അല്ലേ? അത് സ്റ്റുഡൻസിനായിട്ട് അവരുടെ ലൈഫ് സ്കിൽസുകൾ ഇമ്പ്രൂവ് ആക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ക്ലാസ്സുകൾ സാറ്റർഡേസിൽ നടക്കുന്നുണ്ട്. രാവിലെ ആണോ? അല്ല സർ, അത് വൈകുന്നേരമാണ്. എനിക്ക് തോന്നുന്നു 8 മണിക്കോ 8:30 തോന്നുന്നുണ്ട്. ഓക്കെ, കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടി കാര്യങ്ങൾ ഏറ്റവും നന്നായിട്ട് അവരെ കുറച്ചും കൂടി മുന്നോട്ട്, അവരെ ആ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി അവർക്ക് കുറെ വേണ്ടയുണ്ട്. ഇങ്ങനെ സ്കൂളിന്റെ പഠനത്തിനപ്പുറം കുറെ കാര്യങ്ങൾ അവർക്ക് വേണ്ടയുണ്ട് ജീവിതത്തിൽ. അവരെ നല്ല കുട്ടികളാക്കി മാറ്റാനുള്ള ഒരു വിഷൻസ് തുടക്കത്തിലേ കൊടുത്തു കഴിഞ്ഞാൽ കുറെ കഴിഞ്ഞിട്ട് നമ്മളത് ശരിയാക്കണം, അല്ലെങ്കിൽ ആ ട്രീറ്റ്മെന്റ് ചെയ്യാന്ന് വെച്ചാൽ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പം പലതും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഭയങ്കര ടെൻഷൻസ് ആണ്. ഓക്കെ മാഡം, രാവിലെ കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ ചെയ്യാനുണ്ട്. അപ്പം നമ്മളിങ്ങനെ കഥ പറഞ്ഞാൽ മാത്രം പോരാ, കാര്യങ്ങൾ ജീവിതത്തിൽ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടും ആക്റ്റീവായ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം എല്ലാവർക്കും ശുഭദിനം ആശംസകൾ. ഓരോ ദിവസം നല്ല കാര്യങ്ങൾ ഉണ്ടാവട്ടെ, ദൈവവും നമ്മളെ സഹായിക്കട്ടെ എന്ന് പറയണ്ടേ. ഗോഡ് മോർണിംഗ് എന്നും കൂടി പറയാം. നമ്മളിപ്പം ഗുഡ് മോർണിംഗ് മാത്രമേ പറയുന്നുള്ളൂ എല്ലാവരും, ഗുഡ് നൈറ്റ്. അപ്പം ദൈവത്തിനും അത് ഒരു ഓർമ്മിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ദൈവവും നമ്മളെ ഓർക്കട്ടെ, നമ്മൾ ദൈവത്തിനെ ഓർക്കുന്നു, അല്ലെങ്കിൽ എന്ന് പറയണ്ട നമ്മളെ പറ്റി ചിന്തിക്കുന്നു, ദൈവത്തിനൊരു സന്തോഷം ഉണ്ടാവട്ടെ. അപ്പം നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യട്ടെ. അപ്പം ഗോഡ് മോർണിംഗ്, ഹാപ്പി മോർണിംഗ്, ലവ്ലി മോർണിംഗ്, സ്വീറ്റ് മോർണിംഗ്, അങ്ങനെ കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മൾ പഴയതിൽ നിന്ന് പുതിയ പുതിയ മാറ്റങ്ങൾ, അതായത് ചെലവില്ലാത്ത രീതിയിൽ മാറ്റങ്ങൾ നടത്താൻ കൂടി നമുക്ക് കാര്യങ്ങൾ ഉണ്ടാവട്ടെ. അപ്പം